അവിടെയാണോ ഈ കാട്ടു തീ പിടിച്ചപ്പോൾ ആൾക്കാർ മരിച്ച സ്ഥലം? അവിടെ അല്ലേ? ഇത് പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ പാറയിടിക്കും. ഇവിടെ കൊച്ചു 2 ഗ്രാമങ്ങളെ കാണാം. വൈനുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ കേട്ടോ ഇവിടെ. മീശപ്പുലിമല എവിടെ, സൂര്യനെല്ലി എവിടെ ഒന്നും അറിയാൻ വയ്യല്ലോ. ഈ സൂര്യനെല്ലിക്ക് എവിടെ നിന്ന് മീശപ്പുലി അറിയാമോ? ഏതാ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാമ്പാടിച്ചോല ഫോറസ്റ്റിൽ നമുക്കൊരു ട്രെക്കിംഗ് ഉണ്ടേ. അപ്പോൾ അവിടെ ആ ട്രെക്കിങ് നമുക്ക് പോകണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ആ കൂട്ടത്തിൽ നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനും കൂടെ കാണിച്ചേക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ടോപ്പ് സ്റ്റേഷനെ കവർ ചെയ്തിട്ട് നമുക്ക് എത്ര സമയം എടുക്കും നോക്കാം. നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ 2 ആക്കാം, അല്ലെങ്കിൽ ട്രെക്കിങ് ഇതും കൂടെ ഒറ്റ വീഡിയോ ആക്കി ഇടാം. അപ്പോൾ ദേ നമ്മളിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് നല്ല കുറേ സെറ്ററൊക്കെ ഉള്ളൊരു കട ഞാൻ കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റ് കുറച്ച് വിലയൊക്കെ കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ എവിടെ വരണേ? 450 അല്ലേ? നമ്മൾ മുന്നാടി പറഞ്ഞ എടുത്തില്ലേ ക്യാപ്പ് വരെ? ഇതിന് 400 രൂപ കേട്ടോ വിലയുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇത് മഴയത്ത് ഇടാമെന്നാണ് പുള്ളി പറയുന്നത്. വേണ്ട, ഇതിനകത്ത് അകത്ത് വെള്ളം കയറില്ല. പക്ഷേ റെയിൻകോട്ടല്ല ശരിക്കും ഇത്. പക്ഷെ എന്നാലും ചെറിയതായിട്ടൊക്കെ മഴ ചാറ്റിലറിഞ്ഞാലും നനയില്ല. അതൊക്കെ എവിടെ ഉണ്ടേ? 300 സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ കൊഞ്ചം കമ്മി പണി കൊടുത്തില്ല. അണ്ണ പേരെന്നാ? അളകേഷ്. അപ്പോൾ നമ്മളിത് ടോപ്പ് സ്റ്റേഷന് നടന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇതാണ് കേട്ടോ കട. ഇവിടെ കുറേ വാഹനം. ഇതിന് കടയുടെ പേരില്ല, കടയിൽ പേരൊന്നുമില്ല. അഴകേശൻ എന്നാണ് തിരക്കിയാണ് കേട്ടോ. അഴകേശൻ എന്ന് ചോദിച്ചിട്ട് ഈ കടയിൽ വന്നു. ഞാൻ കുറേ നോക്കിയപ്പം അത്യാവശ്യം വില കുറച്ചൊക്കെ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാധനമല്ല. ഒരുപാട് മോഡലുണ്ട് കേട്ടോ. കുറേ മോഡലുണ്ട്. ഇതൊരു മോഡലാണേ. ഇതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. വൈറ്റ് കളറ്, അതുപോലെ പല കളറുണ്ട്. ബ്ലാക്ക്, റെഡ്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അണ്ണേ, അപ്പോൾ നിങ്ങൾ ആൾക്കാർ വരുമ്പോൾ അത് കൊഞ്ചം നല്ലത് കൊഞ്ചം കമ്മിயாக കൊടുത്തിരിക്കും. ഓക്കെ, പോയി തിരുമ്പി വരല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ യാത്ര അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഇവിടുന്ന് കേട്ടോ. സമയം കണ്ടോ, 7:45 ആയുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാറിന്ന് 6 മണിക്കാണ് കേട്ടോ ഈ വട്ടവടേക്കുള്ള ആദ്യത്തെ ബസ് വരുന്നത്. അത് കോവിലൂർ നിന്നാണ് കേട്ടോ ആ ബസ്സിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് 5:50 ആ ബസ്സിൻ്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് ഇവിടെയും കൂടെ കവർ ചെയ്തിട്ട് പോലെ ഞാൻ ചോദിച്ചപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം നമുക്ക് എന്ത് കാണാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. എനിക്ക് കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാഴ്ചകൾ വരുമ്പോൾ നിങ്ങളെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മളിത് ഇങ്ങോട്ട് കയറി തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഈ മീശപ്പുലിമലയും സൂര്യനെല്ലിയൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിലാണെങ്കിൽ നല്ല തേയിലകളുണ്ട്. ഗ്രീൻ ടീ ഉണ്ട്, അതുപോലെ ഇലത്തൈലയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പല ടൈപ്പ് വൈനുകളാട്ടോ. വൈനുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ കേട്ടോ ഇവിടെ. ഫാഷൻ ഫ്രൂട്ടിൻ്റെ വൈനുണ്ട്, കിവിയുടെ ഉണ്ട്, അതുപോലെ ഗ്രേപ്സിൻ്റെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നോൺ ആൽക്കഹോളിക്കാണേ. ഒരു രക്ഷയേ ഇല്ലാതെ കളക്ഷൻസ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒരുപാടെണ്ണം പല ടൈപ്പ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതേ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇരിപ്പുണ്ടേ. പിന്നെ ഉള്ളത് വൈന്. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഇവിടെ തേയില കേട്ടോ. ട്രിപ്പിൾ ടീയുടെ തേയിലയുണ്ട്. പിന്നെ ഉള്ളത് മാഷ്മെലൂണാണ് കേട്ടോ. അത് പിന്നെ പല ടൈപ്പുണ്ട്, പല രീതിയിലുള്ളതുണ്ട്. വേണ്ട വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ ചോക്ലേറ്റുകളുടെ ഒരു ബഹളം തന്നെ കേട്ടോ ഇവിടെ. ഇതെല്ലാം ചോക്ലേറ്റാണ് കണ്ടോ. ഇത് മൊത്തം ചോക്ലേറ്റാണ്. നമ്മളിങ്ങോട്ട് നിന്ന് വീണ്ടും ഒരു കട ഉണ്ട് കേട്ടോ. അവിടെയും വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറേ ടൈപ്പ് വൈനുകളൊക്കെ ഇരിപ്പുണ്ടതാണ്. നിങ്ങൾ വരുന്നവരൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ഈ ചോക്ലേറ്റ് എന്തോ വില? 100 രൂപയാണ്. ഇത് 100, ഇത് 180. ഈ ചോക്ലേറ്റ് 100 രൂപ കേട്ടോ അല്ലേ ഇതിന്? 100 അല്ലേ? 100. ഈ ഒരു കണ്ടോ, ഇതിന് 100 രൂപയാണ് ഇത്രയും ക്വാണ്ടിറ്റിക്ക്. ഇത് 100, ഇത് 100. ഇത് 100 രൂപയാ? ഇത് 100 രൂപ കേട്ടോ. അത് 150. ഇത് 150, ഇത് 100, ഇത് 150, ഇത് 150, ഇത് 180. ഇതല്ലേ? അര കിലോ 180. ഇത് അര കിലോ ഉണ്ടോ? 180 രൂപയാണ്. 180 ആണേ. അതെ. ഇത് 200 കേട്ടോ.
എന്ത് 200 രൂപ. മാതാ മിൽക്കോ? എന്തോ സംഭവം മാതാ മിൽക്കെന്നോ മാടാ മിൽക്കെന്നോ പറയാം, എന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിന് ഇത്ര 250. 200. ഇത് 200 രൂപ കേട്ടോ. ഇതെന്തോ മറ്റേ മെഷീനകത്ത് ഇടുന്ന കോഫി ഇല്ലേ? മിക്സിയിൽ കൊടുത്തിട്ട് പൊടിക്കണം. ഒറിജിനൽ എന്ത് മിസ്സിംഗ് ഇല്ലാത്തതല്ലേ, അങ്ങനെ പറഞ്ഞ ഗസ്റ്റ് നമ്പത്തില്ല. അതുകൊണ്ട് ബീൻസാ മേടിച്ചു വെച്ചിരുന്നത്. ഇത് ഒറിജിനൽ മിക്സിയിലിട്ട് നമ്മൾ പൊടിക്കണം. ഏനാ ചിക്കറിന് ഒരു സാധനം ഉണ്ട്, അതാ കാപ്പിക്ക് കൂടെ യൂസ് ടേസ്റ്റ്. അപ്പോഴാണ് പുളി മാറുന്നത്. ചിക്കറി അല്ലേ, എന്താ പേര്? ചിക്കറി. അത് ഇടാത്തതാണ് ഇത് ഇൻസ്റ്റാൾ കോഫി. ചിക്കറി ഇടാത്ത കോഫി. ഇത് ചിക്കറി ഇടാത്തതാണ്. അത് ഇത് സ്റ്റിക്കർ ഉണ്ട്, അത് സ്റ്റിക്കർ ഇല്ല. തിറന്നൊന്ന് മണന്ന് നോക്കണം, വെളിറ്റ് ആകത്തില്ല. സ്റ്റിക്കറി കാണാൻ മാത്രം വെളിറ്റ് ആകും. ഇവിടെ എന്നൊക്കെ ഇருக்கு? ടീ, ബ്രെഡ് ആംപ്ലേറ്റ്, മാഗി. അപ്പോൾ എനിക്കൊരു ബ്രെഡ് ആംപ്ലേറ്റും ഒരു ചായയും താ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബ്രെഡ് ആംപ്ലേറ്റും ചായ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് വിതറി, സോസൊക്കെ ഒന്ന് ഒഴിച്ച്, ഈ ചായയും കൂടെ, നല്ല ചൂട് ചായയും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഇതൊരെണ്ണം മേടിച്ച് വീട്ടിലൊക്കെ വെച്ച് നല്ല രസമല്ലേ? ഊടി ഒരുപാട് കിട്ടുന്നത്. വെള്ളം ചൂടാക്കുന്ന ഒത്തിരി ടെക്നോളജി അല്ല, പഴയ ടെക്നോളജി. നമ്മൾ ആലയിലൊക്കെ ഉപയോഗിക്കത്തില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, ആ സംഭവമാണത്. വെള്ളം ചൂടാക്കാണ്. തീ കത്തിച്ച് കൊടുത്തിട്ടു അല്ലേ? ഭയങ്കര പവർഫുള്ള. ഇനി നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് അത്രയും ദൂരമുണ്ട്. വെയിലും മഞ്ഞും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അയ്യോ, ഗംഭീര വ്യൂ അല്ലേ എൻ്റെ അമ്മച്ചി, അതുണ്ടോ? അപ്പോൾ ആദ്യത്തെ ടവറിൽ നിന്നുള്ള കാഴ്ചകൾ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് പോകട്ടോ. അത് ഗംഭീര വ്യൂ ആയിരുന്നു എൻ്റെ മുകളിൽ നിന്ന് കാണുമ്പം കേട്ടോ. ഇത് മീശപ്പുലിമല എവിടെ, സൂര്യനെല്ലി എവിടെ ഒന്നും അറിയാൻ വയ്യല്ലോ. അവിടെ നമ്മൾ ഇറങ്ങി താഴേക്ക് വന്നു കേട്ടോ. ഇനി താഴെ ടോക്കണങ്ങൾ എടുക്കണമായിരിക്കും, എടുക്കാൻ നോക്കാം. നല്ല രസമുണ്ടേ. അയ്യോ, ഓ എൻ്റെ പൊന്നേ. അതുവഴി നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. ഞാൻ അവിടുന്ന് ഷോർട്ട് കട്ട് കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാ കണ്ടോ. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, എൻട്രി വിത്ത് പെർമിഷൻ ഉള്ളി. ഒരാൾക്ക് 25 രൂപയാണ് നമുക്ക് റേറ്റ് ആവുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ പൈസ കൊടുക്കാം കേട്ടോ. എത്ര രൂപ ഏട്ടാ? എത്ര രൂപ ഒരാൾ? 25 രൂപ. കണ്ടേ, ചേട്ടനെ കൊടുത്ത് കഴിയുമ്പോൾ താഴോട്ട് എന്തൊക്കെയുണ്ട് കാണാൻ നമുക്ക്? താഴത്തെ മെയിൻ വ്യൂ പോയിന്റ് അല്ലേ? കുറെ ആൾക്കാർ ട്രക്കിംഗ് പോയിരുന്നു. ആ സമയം കാട്ടു തീ പിടിച്ചിട്ട് അങ്ങനെ മരിച്ചു പോയിരുന്നു. ഓ, അവിടെയാണോ ഈ കാട്ടു തീ പിടിച്ചപ്പോൾ ആൾക്കാർ മരിച്ച സ്ഥലം? കാണാനില്ലേ? ആ ജിഗ്ജാക്കില്ലേ? അവിടെ അല്ലേ? മീശപ്പുലിമല കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ, ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സ്റ്റേ ബുക്ക് ചെയ്യാം. ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഈ ജനുവരി മാസത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൗഡ് ബെഡൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ടെൻറ്റിൽ കിടന്നിങ്ങനെ ഉറങ്ങി രാവിലെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പം നമുക്കിനി അങ്ങ് തോഴെ പോകാനുണ്ട്. കണ്ടോ, താഴോട്ട് പോവാം. ഞാൻ വിചാരിച്ച പോലെ ഒരു സ്ഥലമല്ല കേട്ടോ ടോപ്പ് സ്റ്റേഷൻ. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്തടുത്തോട്ട് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനല്ല. ഇത് താഴെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറി വരണ്ടേ, അതൊരു ടാസ്ക്കാണേ. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് താഴെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് വരുന്നതോറും നല്ല രസമുള്ള കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മിസ്റ്റ് വരുന്നുണ്ട്, ചെറിയ മൂടൽ മഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, മങ്ങുന്നുണ്ട്. വഴിയൊക്കെ ഒരു ഇച്ചിരി ടാസ്ക്കാണ്. അപ്പം വാവ്, നമ്മൾ 25 രൂപ കൊടുക്കുന്നുണ്ട്, നഷ്ടമൊന്നുമില്ല കേട്ടോ. കണ്ടോ, താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന കുറച്ചും കൂടെ അടുത്തോട്ട് കാഴ്ചകളെ കാണാം കേട്ടോ. അപ്പോൾ കണ്ടോ, ആ കാണുന്ന ഭാഗത്താട്ട ആ ട്രക്ക് ചെയ്ത് വന്ന ആൾക്കാർ തീ പിടിച്ച് മരിച്ചതേ. കണ്ടോ,
ആ ഭാഗത്ത് അവിടെ തീ പിടുത്തമുണ്ടായപ്പോൾ ആൾക്കാർ മരിച്ചു പോയ സ്ഥലം. എന്നാൽ പുള്ളി പറഞ്ഞത് എനിക്കറിയത്തില്ല, പുള്ളി പറഞ്ഞ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ഭാഗത്താണ്. അവിടെ വെച്ചാണ് ആൾക്കാർ മരിക്കുന്നത്. അയ്യോ, ഓടി കുറച്ച് പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടേ. അപ്പോൾ അതേ കണ്ടോ, നമ്മൾ ഏകദേശം താഴെ എത്തി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മീശപ്പുലിമല എത്രത്തോളം അടുത്ത് വന്ന് കാണാൻ പറ്റുമോ അത്രത്തോളം അടുത്ത് വന്ന് കാണുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങി വന്നേ. അപ്പോൾ കൊളുക്കുമലയൊക്കെ വലിയ കാശ് ചിലവില്ലാതെ കാണണമെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ആ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി താഴോട്ട് വന്നേ. അപ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശമുള്ളത്, മുമ്പേ പറഞ്ഞ കണക്ക് ഇച്ചിരിയെങ്കിലും അടുത്ത് വന്ന് മീശപ്പുലിമല ഒന്ന് കാണാമല്ലോ, കുളക്കുമലയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉടൻ തന്നെ ഒരു കുളക്കുമല മീശപ്പുലിമല ട്രക്കിങ് വരുന്നതായിരിക്കും. അതൊക്കെ ഒരുപാട് പേര് ട്രക്കിങ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ഒന്ന് പോയി കാണണം എന്നുള്ളത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം ഇതിൻ്റെ എൻഡിലെത്തി കേട്ടോ. 25 രൂപയുടെ നടത്ത ചില്ലറ ചില്ലാനുമല്ല കേട്ടോ. ഇത് പക്ഷേ നല്ല രസമായിട്ട് ഇങ്ങനെ പാറ ഇടുക്കി കൂടെ കയറി വന്ന് ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗംഭീരം കേട്ടോ. കണ്ടോ, അങ്ങനെ നടന്ന് നമ്മൾ കയ്യെത്തും ദൂരത്തൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് മീശപ്പുലിമല കാണുന്നത് കേട്ടോ. അതാണ് മീശപ്പുലിമല. സോറി, അത് മീശപ്പുലിമല. താഴെ കൊളുക്കുമല, ടീ ഫാക്ടറിയൊക്കെയാണ് കേട്ടോ. ഇതായിരുന്നു പണ്ടത്തെ ട്രെക്കിംഗ് പാത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ. ട്രെക്ക് ചെയ്ത് കയറി പോകുന്ന വഴി പണ്ടിതായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ മീശപ്പുലിമല. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡെഡ് എൻഡ് എന്നൊക്കെ പറയാം ഈ വഴിയുടെ. നമുക്ക് പോകാൻ പറ്റുന്ന വഴിയുടെ അവസാനം താഴോട്ടൊക്കെ കൊച്ചു വഴി കിടപ്പുണ്ട് കേട്ടോ. ഇടയിൽ കൂടെ കയറി പോകാനായിട്ട് വഴികൾ കിടപ്പുണ്ട്. പക്ഷെ നമ്മളെന്തായാലും അവരിങ്ങനെ കെട്ടിവെച്ച സ്ഥിതിക്ക് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കേട്ടോ, നല്ല പച്ചപ്പായിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ക്യാമറയിൽ കാണുന്നതും നേരിട്ട് കാണുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസം കേട്ടോ. പിന്നെ അവിടെ കൊച്ചു 2 ഗ്രാമങ്ങളൊക്കെ കാണാം കണ്ടോ. പിന്നെ കണ്ടോ, അവിടെ കൊച്ചു 2 ഗ്രാമങ്ങളെ കാണാം. വീടുകളാണെന്ന് തോന്നുന്നു കൊച്ചു. നാലോചൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിനകത്ത് താമസിക്കുന്നൊരവസ്ഥ. അയ്യോ, അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ അവിടെ നിന്ന് ഡാമോ എന്തോ സംഭവം, ഡാമല്ലേ. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തായി വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ വരുമ്പോൾ എന്തായാലും ഒരു കാരണവശാലും നിങ്ങൾ 25 രൂപ കൊടുത്തത് ഇവിടെ ഒന്ന് കാണണേ, മറക്കരുത്. 25 രൂപ നമ്മൾ ആരും തിരിച്ചു പോകരുത്. ഇവിടെ ഒന്ന് കാണുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെ, ഒരു രക്ഷയില്ലാണ്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. പക്ഷേ ഈ ജാനുവരി സമയത്തൊക്കെ വരുമ്പോൾ നല്ല ക്ലൗഡ് ബെഡ് ആയിരിക്കും കേട്ടോ. ഈ ഹൈറ്റിലൊക്കെ ഇതേ ഹൈറ്റിലെല്ലാം ക്ലൗഡ് ബെഡ് ഇങ്ങനെ കിടക്കുമേ. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. 4 വശവും സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. കാഴ്ചകൾ കണ്ടേ പോകാൻ തോന്നുന്നില്ല. അത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇതുവഴിയൊക്കെ നമ്മൾ താഴോട്ടിങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ എന്തായാലും ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുക കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വട്ടവട ഭാഗത്തേക്കാണ് പോകുന്നത്. അതവിടെ ഒരു ട്രെക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത്. ട്രെക്കിങ് നമുക്കിപ്പോൾ പോകുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ട്രെക്കിംഗ് എടുത്തിട്ട് അടുത്ത വീഡിയോ ട്രെക്കിങ്ങായിട്ട് ഞാൻ കാണിക്കാം. പിന്നെ അത് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു വീഡിയോ, അതായത് നമ്മുടെ മൂന്നാറിൽ നിന്ന് കൊടൈക്കനാട്ടിലുള്ള എസ്കേപ്പ് റോഡിലോട്ടുള്ള ട്രെക്കിംഗ് വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ അത് ആണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത്. ഇറങ്ങി വന്ന പോലെ അത്ര എളുപ്പമല്ല തിരിച്ച് മുകളിലോട്ട് കയറി പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ.